അല്ലല്ല, പടം നല്ലതാണ്, ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ടോപ്പിക്കാണ് സംസാരിക്കുന്നത്. പക്ഷെ ഇത് നമ്മളിരുന്ന് കുറച്ചുകൂടെ കാര്യങ്ങൾ വായിച്ച് ഡേറ്റ് ആയിട്ട് മനസ്സിലാക്കിയാൽ കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് എനിക്ക് കുറച്ചുകൂടെ മനസ്സിലാകണമെങ്കിൽ കുറച്ചും കൂടെ നമ്മളിത് ഒന്ന് റിസർച്ച് ഒക്കെ ചെയ്താലേ മനസ്സിലാകത്തുള്ളൂ. കണ്ടിരിക്കാൻ പറ്റും. റെലവൻ്റ് ആയ ഒരു ടോപ്പിക്കിനെ പറ്റി അവർ സംസാരിക്കുന്നത്. ഐ മീൻ ഇത് ഇപ്പൊ ലീഗലായിട്ട് പഠിക്കുന്നവർക്ക് ഇതിനെപ്പറ്റി അറിയാൻ പറ്റും. ഈ ടോപ്പിക്ക് പല സ്ഥലത്തും ഡിസ്കസ് ചെയ്തിട്ടുള്ള ടോപ്പിക്കുകളാണ്. ഇതിന് മോറൽ സൈഡും ലീഗൽ സൈഡും തമ്മിലുള്ള എത്തിക്സിന്റെ കുഴപ്പം. പക്ഷേ ഇതിനകത്ത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് പറഞ്ഞേക്കുന്നത് എനിക്ക് തോന്നുന്നത്. എനിക്ക് അതിനെപ്പറ്റി ഒന്നും സിനിമയിൽ അതിനെപ്പറ്റി അതൊക്കെ വളരെ ഡീപ്പറായിട്ട് ആൾക്കാർ കണ്ടുപിടിച്ചാലും സിനിമയിൽ അങ്ങനൊന്നും എനിക്ക് അറിയത്തില്ല. പക്ഷെ സിനിമയിൽ ജാനകി എന്ന് പറഞ്ഞ കഥാപാത്രത്തിന്റെ പേര് മാത്രമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കോർട്ട് ഡ്രാമയുണ്ട്, അല്ലാതെ കോർട്ട് ഡ്രാമയാണ് കൂടുതൽ. പക്ഷെ ഇത് റെലവെന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കിനെ പറ്റിയാണ് സംസാരിക്കാൻ തുടങ്ങുന്നത്. ഞാൻ ഇതിനെപ്പറ്റി പറയാൻ ആളല്ല. അല്ല, എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ചില സമയത്ത് ഡയലോഗുകൾ പറയുമ്പം സിനിമയുടെ ഒരു ക്യാരക്ടർ പോകുന്ന സമയത്ത് പെട്ടെന്ന് ഒരു ഡയലോഗ് പറയുമ്പം നമ്മൾ ചിലപ്പം റിയലിസ്റ്റിക് ആയിട്ടുള്ള കോർട്ട് ഡ്രാമകൾ കണ്ടിട്ടുള്ള ആണല്ലോ മലയാള സിനിമയിൽ. അപ്പൊ പെട്ടെന്ന് ഒരു അൺറിയലിസ്റ്റിക് എന്നല്ല പറയുന്നത്, അൺറിയലിസ്റ്റിക് എന്നല്ല, സിനിമാറ്റിക് ആയിട്ട് ഒരു കോർട്ട് ഡ്രാമ വരുമ്പോൾ അത് സ്വിച്ച് ചെയ്യുന്നത് ചിലപ്പോൾ റിയലിസ്റ്റിക് ആയിരിക്കും, പെട്ടെന്ന് ഒരു സിനിമാറ്റിക്കോട്ട് പോകും. ആ സ്വിച്ചിങ് ചിലപ്പം പെട്ടെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. അത് ചിലപ്പോൾ നമുക്കൊരു ഇവിടെയോ എന്തോ ഒരു ബുദ്ധിമുട്ട്, ഒരു ബോറല്ല, ഒരു ചിലപ്പോൾ അത് സിറ്റുവേഷന് യോജിച്ചു പോകാത്തൊരു രീതിയിൽ ചിലപ്പോൾ നമുക്ക് തോന്നും. പക്ഷെ ആസ് എ ഹോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഇറ്റ് വാസ് ഫൈൻ. കണ്ടിരിക്കാൻ പറ്റുന്ന ടോപ്പിക്കാണ്. പടം വലിയ കുഴപ്പമൊന്നും ഇല്ല. ഒരു തവണ ഇങ്ങനെ കണ്ടിരിക്കാം. പേരിനകത്ത് മാറ്റിനും പറയുന്നുണ്ട്, ഞാനിന്നൊക്കെ പറയുന്നത്. പിന്നെ പേര് മാറ്റേണ്ട കാര്യം തോന്നിയിട്ടൊന്നും ഇല്ല. അതൊരു പിന്നെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് തോന്നിയത് പടം കണ്ടത്. അങ്ങനെ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. ഇടയ്ക്കൊക്കെ മണിച്ചിത്രത്താഴൊക്കെ കയറി വരുന്നുണ്ട് ക്ലൈമാക്സിനകത്തൊക്കെ. സുരേഷ് ഗോപി അത് തന്നെ. സുരേഷ് ഗോപി അതൊക്കെ തന്നെ. പക്ഷെ ഫസ്റ്റ് ഹാഫ് ആണ് കുറച്ചും കൂടെ ചിന്താമണിക്കൊല കേസ് കണ്ടിറങ്ങിയിട്ട് അതിന്റെ സെക്കൻഡ് പാർട്ട് പോലെ. അപ്പൊ ഇത് എല്ലാ പടത്തിന്റെ കൂടെ മിക്സഡ് ആണ്. ഇത് മറ്റേ പൃഥ്വിരാജ് വെള്ളിത്തിരയിലേക്കകത്ത് കൊണ്ടുവന്ന പോലെ ഒരു മിക്സ്ഡ് പാട്ടെന്ന് പറയാം. അല്ലെങ്കിൽ കണ്ടിരിക്കാം. കുഴപ്പമില്ല. ഈ ജാനകിക്ക് നീതി കിട്ടിയ അവസാനം അതിപ്പോ പ്രേക്ഷകർ കണ്ടിട്ട് പറയട്ടെ നീ കിട്ടിയൊന്ന്. അല്ല, നിങ്ങൾ കണ്ടപ്പോ നിങ്ങൾക്ക് ജാനകിക്ക് നീതി കിട്ടിയായിട്ട് തോന്നിയാ? എനിക്ക് കിട്ടിയായിട്ട് തോന്നി. 180. പക്ഷെ അതിനകത്ത് സൗണ്ടും കാര്യങ്ങളൊക്കെ കൊള്ളാം. BGM ഒക്കെ തിയേറ്ററിന്റെ ഇടയ്ക്ക് ഈ നമ്മുടെ കമ്മീഷണറൊക്കെ കയറി വരുന്നുണ്ട്. അങ്ങനെയൊന്നും കയറി വരുന്നൊന്നുമില്ല. ഷിറ്റൊന്നും ഇല്ല. അത് ശരിയാ. ഈ പേരിന് എന്താണ് പേരിന് ഇത്രയും പ്രാധാന്യം എന്താണ്? പേര് ജാനകി എന്ന് പറയുമ്പോഴത്തേക്ക് പുരാണത്തിൽ സീതയായിട്ട് പറയുന്നുണ്ട്. പിന്നെ എന്താണ് നിങ്ങൾക്ക് തോന്നിയത്? എനിക്ക് സിനിമയായിട്ട് തന്നെ കാണുന്നത്. എന്റെ അഭിപ്രായത്തിൽ എനിക്ക് ദോഷമൊന്നും തോന്നിട്ടൊന്നുമില്ല. ഇല്ല. ഈ ജാനകി എന്ന സിനിമയെ ശരിക്കും ഈ ഒരു ടൈറ്റിൽ ഉണ്ടല്ലോ, ജാനകി വി വേർഡ്സ് ഓഫ് സ്റ്റേറ്റ് ഓഫ് കേരള എന്നാണ് പറയുന്നത് അല്ലേ? രണ്ടാമതാക്കിയത്. അപ്പൊ ഈ സിനിമയിൽ ചില കട്ടുകളൊക്കെ വരുമെന്നൊക്കെ പറഞ്ഞായിരുന്നു. ഈ പേരിന്റെ അവിടെ ചിലപ്പോൾ മ്യൂട്ട് ചെയ്യും, കോർട്ട് നടക്കുന്ന ഇതില് ചില സീൻ ഇല്ലാന്നൊക്കെ പറഞ്ഞായിരുന്നു. പക്ഷെ ഇതിനകത്ത് ഞാൻ ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ച ഈ ജാനകി എന്ന പേര് എത്ര പ്രാവശ്യം അവിടെ പരാമർശിക്കുന്നുണ്ടെന്നുള്ളത്. ഒരുപാട് പ്രാവശ്യം പരാമർശിക്കുന്നു എന്ന് മാത്രമല്ല, സുരേഷ് ഗോപി തന്നെ പറയുന്നുണ്ട് ജാനകി വേർഡ്സ് ഓഫ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് സുരേഷ് ഗോപി തന്നെ ഇതിനകത്ത് പറയുന്നുണ്ട് ഒരു സീനിൽ. ഇല്ല, വി എന്ന് അതിനകത്ത് പറയുന്നില്ല. മനസ്സിലായോ? അത് പറയുന്നത്. അപ്പൊ ഇത് ശരിക്കും ഒരു സ്റ്റണ്ടായിരുന്നു എനിക്ക് തോന്നുന്നത്. കാരണം ഒരു പ്രൊമോഷന്റെ ഭാഗമായിട്ട് ഈ സിനിമ ഇത്രയിട്ട് വലിപ്പിച്ചു. കാരണം ഈ സിനിമ ഇറങ്ങുന്നതിന് മുമ്പോ അല്ലെങ്കിൽ റിലീസിന്റെ ഡേറ്റ് പറയുന്ന സമയം തൊട്ട് സുരേഷ് ഗോപി ഈ സിനിമയെ കുറിച്ചിട്ട് അക്ഷരം പോലും വേണ്ടിയിട്ടില്ല. റിലീസിന്റെ ടൈം വന്നപ്പോഴാണ് സുരേഷ് ഗോപി അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ ഇതൊരു പോസ്റ്റ് ഇട്ടത്. ഇനി സിനിമയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ എനിക്കൊരു നോർമൽ ഫീലേ കിട്ടിയിട്ടുള്ളൂ സിനിമ. കാരണം അനുപമ പരമേശ്വരനാണ് ഇതിനകത്ത് ജാനകി എന്ന് പറയുന്ന ക്യാരക്ടറിൽ വരുന്നത്. പുള്ളിക്കാരിയെ റേപ്പ് ചെയ്യുന്നു, അതിന്റെ ഒരു കോർട്ട് റൂം ഡ്രാമ ഒക്കെ ആയിട്ടാണ് ഇതിനകത്ത് കാണിക്കുന്നത്. സുരേഷ് ഗോപി ഫസ്റ്റ് ഹാഫിൽ വരുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് പറയേണ്ട മാധവ് സുരേഷ്. സത്യത്തിൽ എനിക്ക് എന്തിനാണ് ഈ മാധവ് സുരേഷിനൊക്കെ ഇതിനകത്ത് കൊണ്ടിട്ടതെന്ന് പോലും തോന്നില്ല. കാരണം പുള്ളിയുടെ ഒരു ഇന്റർവ്യൂ ഞാൻ കണ്ടായിരുന്നു. അച്ഛൻ എന്തായാലും സൂപ്പർ സ്റ്റാർ ആയാൽ പ്രേക്ഷകർ വിചാരിച്ചു കഴിഞ്ഞാൽ മകനും സൂപ്പർ സ്റ്റാർ ആകും. അത് മിക്കവാറും ആകാനായിട്ടുള്ള പെർഫോമൻസ് ഒക്കെ ഈ സിനിമയ്ക്കകത്ത് കാഴ്ചവെച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ സർക്കാരിനെ വിമർശിക്കാൻ വേണ്ടി എടുത്തൊരു സിനിമയായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം അതായത് ഇതിന്റെ വില്ലൻ എന്ന് പറയുന്നത് കേരള സർക്കാരാണ്. കാരണം ഇനിയിപ്പോ ഞാൻ എന്റെ കഥയിലേക്കൊന്നും പോകുന്നില്ല. എനിക്ക് സിനിമ ഒരു എന്താ പറയുക, ഒരു ആവറേജ്. ഇറങ്ങിയ സമയത്ത് സുരേഷ് ഗോപി കുറെ പരാമർശിച്ചു. അതെ, അതാ ഞാൻ പറഞ്ഞത്. ഈ സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി വളച്ചൊടിക്കുക എന്നുള്ള സംഭവം ഉണ്ടല്ലോ ഇതിനകത്ത്. ശരിക്കും ഇന്ന സിനിമ 6 പേരാണ്ടായിരുന്നുണ്ടായിരുന്നത്.
ഒരു സൂപ്പർ സ്റ്റാറിന്റെ പടം ഇത്രയും വിവാദങ്ങൾ ഉണ്ടായിട്ട് പോലും നിങ്ങൾ റിവ്യൂ എടുത്തവരായിരിക്കുമല്ലോ അല്ലേ? അതിനകത്ത് ഇറങ്ങി വന്നപ്പോൾ നിങ്ങൾ കണ്ടല്ലോ അല്ലേ? 6 പേര് പറയാൻ പോലും ആർക്കും താല്പര്യമില്ല എന്നുള്ളത്. പിന്നെ ഞാൻ ചോദിച്ചുകൊണ്ട് പറഞ്ഞു ഇതിനകത്ത് ഈ ജാനകി എന്ന് പറയുന്ന പേര് ഇത് വലിയ വിഷയമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതിനകത്ത് എന്തിനാണ് അവര് ഈ ജാനകി ഇത്രയും ബൂസ്റ്റ് ചെയ്തെന്നുള്ളതാണ് എനിക്ക് മനസ്സിലാകാത്തത്. എനിക്ക് അതിനകത്തൊന്നും തോന്നിയില്ല കേട്ടോ. ആണ് അതിപ്പോ നമ്മുടെ എന്താ പറയാ, അതൊക്കെ പറഞ്ഞു പോകണം, നമ്മൾ കുറെയൊക്കെ പറയേണ്ടി വരും. അഡ്വക്കേറ്റ് സെൻസർ ബോർഡിന് ഇത് കൊടുത്തിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും. കാരണം വെച്ച് കഴിഞ്ഞാല് ആൺപെൺ ദൈവങ്ങളുടെ പട്ടിക പുറത്തു വിടണം, അല്ലെങ്കിൽ സിനിമ എടുക്കുന്ന പ്രൊഡ്യൂസറിന്റെ കാര്യം കട്ടപ്പോകല്ലേ. ഇത് ഇവരെല്ലാം കൂടെ ഉള്ളൊരു ഡ്രാമയായിട്ടാണ് എനിക്ക് തോന്നിയത് കേട്ടോ. കാരണം ഇതിനകത്ത് വലിയ സംഭവമൊന്നും എനിക്ക് പറയാനില്ല. പിന്നെ എനിക്ക് ഇടയ്ക്ക് ഇന്റർവ്യൂല് കഴിഞ്ഞിട്ട് ഒരു സീനിനകത്ത് എനിക്ക് കണ്ണൂർ സ്ക്വാഡ് ഒന്ന് ഫീൽ ചെയ്തായിരുന്നു. കാരണം ഒരു പ്രതിയെ പിടിക്കാൻ വേണ്ടി പോലീസുകാർ മറ്റേ ഇവിടെ പോകുമല്ലോ, ഏതാ ഒരു ഗ്രാമത്തിൽ പോകുമല്ലോ, ആ ഒരു സംഭവം ഇതിനകത്ത് ചെയ്ത് അതിനകത്ത് അടിപൊളിയായിട്ട് നമ്മുടെ SG അല്ലേ പെർഫോം ചെയ്തിട്ടുണ്ട്. ഓക്കെ, നന്നായിട്ടുണ്ട്.